ഹായ്, ഞാൻ ശാന്തി സനു. ഞാനൊരു ഹോം സ്റ്റേ ഡ്രീം ടു റിയാലിറ്റി കോച്ചാണ്. ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങാൻ പോകുന്നത്. നിങ്ങളുടെ ഹോം സ്റ്റേ നല്ല സ്ഥലത്താണോ ഇരിക്കുന്നത്? വ്യൂ ഉണ്ടോ? റൂംസ് ഒക്കെ നല്ലതാണോ? ഫെസിലിറ്റീസ് ഉണ്ടോ? എന്നിട്ടും ബുക്കിംഗ് ഒന്നും വരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ഹോം സ്റ്റേയുടെ ബിസിനസ് ദിശ തന്നെ മാറ്റാൻ സാധ്യതയുള്ളതാണ്. കുറച്ചുനാൾ മുമ്പ് ഒരു ഹോം സ്റ്റേ ഓണർ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശാന്തി, എന്റെ ഹോം സ്റ്റേയിൽ ബുക്കിംഗ് ഇല്ല. ഞാൻ എല്ലാം ചെയ്തു. റൂം റിനോവേഷൻ ചെയ്തു, ഫർണിച്ചർ എല്ലാം മാറ്റി, പെയിന്റ് ചെയ്തു, ഫെസിലിറ്റീസ് ഒക്കെ കൂട്ടി, എന്നിട്ടും ഗസ്റ്റ് ഒന്നും അവിടെ വരുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ഹോം സ്റ്റേയുടെ അടുത്തുള്ള മറ്റ് ഹോം സ്റ്റേകൾക്കൊക്കെ ബുക്കിംഗ് കിട്ടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, അവിടെ എല്ലാ ആഴ്ചയും ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ പ്രശ്നം ടൂറിസം അല്ല. കാരണം ടൂറിസം ഇല്ലെങ്കിൽ ആർക്കും ബുക്കിംഗ് കിട്ടില്ല. ചിലർക്ക് ബുക്കിംഗ് കിട്ടുകയും ചിലർക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നം മറ്റൊന്നാണ്. ഇന്ന് അതാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹോം സ്റ്റേ ഓണേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്സ്. പല ഹോം സ്റ്റേ ഓണേഴ്സും ഒരു വലിയ തെറ്റ് ചെയ്യുന്നുണ്ട്. അവർ കരുതുന്നത്, എനിക്ക് നല്ല റൂംസ് ഉണ്ടെങ്കിൽ ഗസ്റ്റ് വരും. പക്ഷേ ഇന്നത്തെ ഗസ്റ്റ് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഒരു ഗസ്റ്റ് വെക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ അവൻ റൂം അന്വേഷിക്കുന്നില്ല, അവനൊരു അനുഭവമാണ് അന്വേഷിക്കുന്നത്. ഒരു ഫാമിലി സന്തോഷത്തോടെ സമയം ചെലവഴിക്കാനുള്ള സ്ഥലമാണ് അന്വേഷിക്കുന്നത്. ഒരു കപ്പിൾ ശാന്തമായി സമയം ചിലവഴിക്കാനുള്ള സ്ഥലം അന്വേഷിക്കുന്നു. ഒരു ഗ്രൂപ്പ് ഫ്രണ്ട്സ് അടിച്ചു പൊളിക്കാനായിട്ട് കഴിയുന്ന സ്ഥലം അന്വേഷിക്കുന്നു. അവർ ബെഡ് വാങ്ങുന്നില്ല, മെമ്മറി വാങ്ങുകയാണ് ചെയ്യുന്നത്, എക്സ്പീരിയൻസസ് വാങ്ങുന്നു. അതുകൊണ്ടാണ് നല്ല റൂംസ് മാത്രം ഉണ്ടായതുകൊണ്ട് ബുക്കിംഗ് വരാത്തത്. കാരണം ഒന്ന്, വിസിബിലിറ്റി ഇല്ല. ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. കേരളത്തിലെ ഏറ്റവും നല്ല ഹോം സ്റ്റേ നിങ്ങൾ പണിതു, പക്ഷെ അത് ആരും കാണുന്നില്ല. അപ്പോൾ ബുക്കിംഗ് വരുമോ? ഇല്ല. ഇതാണ് വിസിബിലിറ്റി. നിങ്ങളുടെ ഹോം സ്റ്റേ ഗൂഗിളിലുണ്ടോ? ഗൂഗിൾ മാപ്പിലുണ്ടോ? ഫേസ്ബുക്ക് പേജിലുണ്ടോ? യൂട്യൂബ് ഷോർട്സിലുണ്ടോ? ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? റീൽസ് ഉണ്ടോ? പല ഹോം സ്റ്റേ ഓണേഴ്സിനും ഇതൊന്നുമില്ല. അവർ കാത്തിരിക്കുന്നു ഗസ്റ്റ് വരട്ടെ. പക്ഷെ ഗസ്റ്റ് എങ്ങനെയാണ് നിങ്ങളെ കണ്ടെത്തുന്നത്? ഇന്ന് ഗസ്റ്റ് ആദ്യം ഓൺലൈനിലാണ് അന്വേഷിക്കുന്നത്, അല്ലേ? ഓൺലൈനിൽ ഇല്ലെങ്കിൽ ഗസ്റ്റിന്റെ കണ്ണിൽ നിങ്ങളില്ല. ഇത് സത്യമാണ്. വിസിബിലിറ്റി ഇല്ലെങ്കിൽ ബുക്കിംഗ് ഇല്ല. റീസൺ 2, ട്രസ്റ്റ് ഇല്ല. ഇപ്പോൾ ഗസ്റ്റ് നിങ്ങളെ കണ്ടെത്തി, അടുത്ത് എന്താണ് ചെയ്യുന്നത്? ട്രസ്റ്റ് നോക്കും, അല്ലേ? കാരണം അയാൾ തന്റെ പണം ചിലവാക്കാൻ പോകുകയാണ്, ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് അയാൾ അന്വേഷിക്കും, റിവ്യൂസ് ഉണ്ടോ, ഫോട്ടോസ് ഒക്കെ റിയൽ ആണോ, വീഡിയോസ് ഉണ്ടോ, ഓണർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, ഗൂഗിളിൽ നിങ്ങളുടെ ഹോം സ്റ്റേ റേറ്റിംഗ് എത്രയാണ്, ഇതെല്ലാം നോക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. 2 ഹോം സ്റ്റേ ഉണ്ട്. ഒന്നിൽ 35 റിവ്യൂസ് ഉണ്ട്, മറ്റൊന്നിൽ റിവ്യൂസ് ഒന്നുമില്ല, 0. നിങ്ങൾ ഒരു ഗസ്റ്റ് ആണെങ്കിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക? മിക്കവരും റിവ്യൂസ് ഉള്ള ഹോം സ്റ്റേ തന്നെ തിരഞ്ഞെടുക്കും. കാരണം എന്താണ്? ട്രസ്റ്റ്. അതുകൊണ്ട് ഓരോ ഗസ്റ്റ് നമ്മുടെ ഹോം സ്റ്റേയിൽ വന്നിട്ട് പോയതിനു ശേഷം റിവ്യൂസ് അവരോട് ചോദിച്ചു മേടിക്കുക. റിവ്യൂ ആണ് പുതിയ ഗസ്റ്റിനെ കൊണ്ടുവരുന്നത്. റീസൺ 3, എക്സ്പീരിയൻസ് കാണിക്കുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഹോം സ്റ്റേ ഓണേഴ്സും റൂം മാത്രം കാണിക്കുന്നു. ബെഡ്, TV, ബാത്റൂം, മിറർ, കർട്ടൻ. പക്ഷേ ഗസ്റ്റ് ഇതൊന്നും കാണാൻ വരുന്നില്ല. ഗസ്റ്റ് എന്താണ് അവിടെ കാണാനായിട്ട് വരുന്നത്? മോർണിംഗ് മിസ്റ്റ്, സൺറൈസ്, ക്യാമ്പ് ഫയർ, ഫാമിലി ടൈം, നേച്ചർ, പീസ്, റിലാക്സേഷൻ, ഇവയൊക്കെയാണ്. നിങ്ങളുടെ റീൽസിൽ മാത്രം റൂം മാത്രം കാണിച്ചാൽ ആളുകൾ സ്ക്രോൾ ചെയ്ത് അങ്ങ് പോവുകയുള്ളൂ. പക്ഷേ ഒരു ഫാമിലി ക്യാമ്പ് ഫയറിന് ചുറ്റും ഇരിക്കുന്ന സീൻ കാണിച്ചാലോ, അവർ അവിടെ നിൽക്കും. കാരണം അവർ റൂമല്ല അവിടെ കാണുന്നത്, അവരുടെ ഫ്യൂച്ചർ മെമ്മറിയാണ് അവിടെ കാണുന്നത്. ഗസ്റ്റിന്റെ മനസ്സിൽ ഒരു സിനിമ അവിടെ നമ്മൾ ഉണ്ടാക്കണം. അതാണ് മാർക്കറ്റിംഗ്. റീസൺ 4, ബുക്കിംഗ് കോൺഫിഡൻസ് ഇല്ല. ഇപ്പോൾ ഗസ്റ്റ് നിങ്ങളെ കണ്ടു, ട്രസ്റ്റ് ചെയ്തു, എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടു. ഇനി അവസാന ഘട്ടം എന്താണ്? ബുക്കിംഗ്. ഇവിടെയാണ് പല ഹോം സ്റ്റേ ഓണേഴ്സും ഗസ്റ്റ് നഷ്ടപ്പെടുത്തുന്നത്. ഗസ്റ്റ് മെസ്സേജ് അയക്കും, റിപ്ലൈ വരുന്നത് 4 മണിക്കൂർ കഴിഞ്ഞിട്ട്, അല്ലെങ്കിലോ അടുത്ത ദിവസം. അപ്പോഴേക്കും ഗസ്റ്റ് മറ്റൊരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇന്നത്തെ ആളുകൾ വളരെ ബിസിയാണ്. അവർക്ക് സ്പീഡ് വേണം, ക്വിക്ക് റിപ്ലൈ വേണം, വാട്സപ്പ് റിപ്ലൈ വേണം, കോൾസ് അറ്റൻഡ് ചെയ്യണം. ബുക്കിംഗ് പ്രോസസ് ഈസി ആക്കണം. ഗസ്റ്റിന് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അയാൾക്ക് കോൺഫിഡൻസ് കിട്ടണം. ഇവിടെ ബുക്ക് ചെയ്താൽ പ്രശ്നമില്ല, ഈ കോൺഫിഡൻസ് കിട്ടിയാൽ ബുക്കിംഗ് നടക്കും. അപ്പോൾ നമ്മൾ
ഇന്ന് കണ്ടത് ബുക്കിംഗ് ഇല്ലാത്തതിന്റെ കാരണം പലപ്പോഴും ടൂറിസം അല്ല, ഈ 4 കാരണങ്ങളാണ്. എന്തൊക്കെയാണ്? വിസിബിലിറ്റി ഇല്ല, ട്രസ്റ്റ് ഇല്ല, എക്സ്പീരിയൻസസ് കാണിക്കുന്നില്ല, ബുക്കിംഗ്സ് കോൺഫിഡൻസ് ഇല്ല. ഈ 4 കാര്യങ്ങളും നിങ്ങൾ ശരിയാക്കിയാൽ നിങ്ങളുടെ ഹോം സ്റ്റേക്ക് ബുക്കിംഗ് വരാനായിട്ട് തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ കമന്റിൽ ഒന്ന് എഴുതൂ, എൻ്റെ ഹോം സ്റ്റേയുടെ ഏറ്റവും വലിയ കുറവ് എന്താണ് എന്നുള്ളത്. ഞാൻ കമന്റ് വായിച്ച് റിപ്ലൈ തരാം. ഹോം സ്റ്റേ ബിസിനസ് വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ ബുക്കിംഗ് വരാത്ത ഹോം സ്റ്റേ ഓണേഴ്സ് ചെയ്യുന്ന 7 വലിയ തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അത് മിസ് ചെയ്യരുത്. കാണാം അടുത്ത വീഡിയോയിൽ.